പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കല്യാണി മോളുടെ കാര്യം തന്നെയാണ്. നിങ്ങളെല്ലാവരും ഇന്നലെ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും, സംഭവം എന്താണ് നടന്നിട്ടുള്ളതെന്ന് കേട്ടിട്ടുണ്ടാവും. കുട്ടിയുടെ ചെറിയച്ഛൻ എന്ന് പറയുന്ന ഒരാൾ ആ കുട്ടീനെ ഒരു 1.5 വർഷത്തോളമായിട്ട് ആ കുട്ടീനെ പീഡിപ്പിക്കുകയാണെന്നൊക്കെയാണ് നമുക്ക് ന്യൂസിൽ കൂടി അറിയാൻ കഴിഞ്ഞത്. വളരെ വേദനാജനകമായ കാര്യമാണല്ലേ അതൊക്കെ. ഒരു 4.5 വയസ്സായ ഒരു കുട്ടിയെ എന്തൊക്കെ ക്രൂര പീഡനങ്ങൾക്കാണ് ഇരയാക്കിയതെന്ന് നമുക്ക് ന്യൂസിലൂടെയൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അയാളുടെ ആ ബന്ധുത്വം മുതലെടുത്തിട്ട് അയാൾ ആ കുട്ടീനെ പീഡിപ്പിക്കുകയാണ് ചെയ്തത്. അത് അമ്മയ്ക്ക് അറിവുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് കൂടുതലായിട്ട് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എന്ത് തന്നെയായാലും ആ കുട്ടി ഒരുപാട് വിഷമം സഹിച്ചിട്ടാണ് ആ കുട്ടി മരിച്ചതല്ല കൊന്നത്. ആ കുട്ടിയെ കൊന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അമ്മ എന്തിനാണ് ഇത് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അച്ഛൻ വേറെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ പെൺകുഞ്ഞിനെ പോറ്റുക എന്നൊക്കെയുള്ള വിഷമവും അതൊക്കെ കൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്നാണ് പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ചെറിയച്ഛൻ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഒരു കൂട്ടുകുടുംബമായിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ചെറിയച്ഛൻ എന്ന് പറയുന്ന ആളായിരുന്നു പോലും ഈ കുട്ടിയെ കുളിപ്പിക്കുന്നതും കൂടെയും കിടത്തും മുടിവാരി കൊടുക്കുന്നതും അതുപോലെ തന്നെ അംഗൻവാടിയിൽ ഇടയ്ക്ക് കൊണ്ടാക്കുന്നതും ഒക്കെ ഈ ചെറിയച്ഛൻ എന്ന് പറയുന്ന ആളായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അയാൾ ശരിക്കും ആ കുട്ടിയെ നന്നായിട്ട് മുതലെടുത്തു. അത് വീട്ടിലുള്ളവർക്കൊന്നും മനസ്സിലാക്കാനും പറ്റിയില്ല എന്നൊക്കെ നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് നമുക്ക് തന്നെ ലജ്ജ തോന്നുന്ന ഒരു അവസ്ഥയാണല്ലേ. വളരെ വേദനാജനകമാണ് ആ കുട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കേൾക്കുമ്പോൾ തന്നെ നാട്ടുകാരും എല്ലാം പറയുന്നൊരു കാര്യം. നമുക്ക് വീഡിയോയിൽ നമുക്കിപ്പോൾ ഞാനൊരു ക്ലിപ്പ് കാണിക്കാം. ആ വീഡിയോയിൽ കുറച്ച് നാട്ടുകാർ പറയുന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് കേട്ടു നോക്കാം. രാഹുലൊക്കെയാണ് നമ്മള് പറഞ്ഞത് എന്തിനാ, നമ്മൾ ഇതിനു വേണ്ടി പറഞ്ഞതല്ല. എല്ലാരും വേഗം നമ്മൾ ഇതിനു വേണ്ടി പ്രശസ്തിക്കോ അങ്ങനെയൊന്നുമല്ല. എന്തിനാ അത് പബ്ലിക്കായിട്ട് കാണിക്കണ്ടേ? നിങ്ങള് പബ്ലിക്കായിട്ട് കാണിക്കണ്ടേ? വേറെ ആ കൊച്ചിന്റെ മുഖം കാണിച്ചില്ലേ, ആ മുഖം കാണിച്ചു. പക്ഷെ അവളുടെ മുഖവും അവന്റെ മുഖം എന്താ കാണിക്കാത്ത? ഇന്നലെ തുടങ്ങി നിങ്ങളിപ്പോ ഏത് ചാനല് ഇതിലായാലും ഏതിലായാലും നമ്മള് മെസ്സേജ് അയക്കണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ആ നേരം വരെ പങ്കെടുത്ത 2 പേര് അവരും ഇവരൊക്കെയാണ് നിക്കണേ. അവരോടും നമ്മൾ ചോദിക്കണം. പക്ഷെ നമുക്ക് വൈകാരികമായിട്ടുള്ള അവളുടെ മുഖം കാണിക്കാണ്ട് എന്തിനവിടെ കൊണ്ടുപോയേ? ഞങ്ങക്ക് കാണണം. കാര്യം ഈ കുറുമശ്ശേരി പാറക്കടവും അടുത്തടുത്താണ്. ഇത് എന്നോട് ഞങ്ങളെല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്നതാ. കുറുമശ്ശേരിയല്ലേ ഉള്ള വീട്, ഇവിടെ അടുത്തങ്ങാട്ടാണ്. അപ്പൊ അത് മുഖമൊക്കെ ഒന്ന് കാണിക്കാം, നാട്ടുകാരൊന്ന് കാണട്ടെ. മൂമ്മ വരെ 10 മാസം പറ്റുന്ന ഒരമ്മയാണെങ്കിൽ ഒരിക്കലും ചെയ്യില്ല അവള്. അന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനവിടെ പോകും അവരെന്നാലെ. അവിടെ അന്നെ എനിക്ക് അവിടെ കിടന്നോട്ടെ. ഒരമ്മയല്ലേ അവള്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അച്ഛന്മാരാണെങ്കിൽ പിന്നെ സഹിക്കാം, ഒരമ്മയ്ക്ക് ചെയ്യാൻ പാടില്ല. 10 മാസം ചുമന്ന് പറ്റൊരമ്മയാണെങ്കിൽ ഒരിക്കലും അവള് ചെയ്യില്ല. എന്താ അതിന്റെ പ്രശ്നമൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്നാലും ഒരു തള്ളയായോണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എങ്ങനെ അത് കൈ പേരണം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്ന സംഭവം. ഇതേപോലെ പല വിധത്തിലുള്ള മരണങ്ങൾ ഉണ്ടായെങ്കിലും ഇതേപോലെ ഇതിന് കണ്ണടയ്ക്കാൻ പറ്റാത്ത ഒരു ഇതാണ് വരുന്നത്. അത്ര വലിയ ദുഷ്കരമായ ഒരു മരണമായി. അപ്പോൾ ഇതിൽ നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിയാണ്, പറയുന്ന കാര്യങ്ങളൊക്കെ അക്ഷരം പ്രതി ശരിയാണ്. ആ 2 സാധനങ്ങളുടെയും മുഖം കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? ആ പെണ്ണിൻ്റെ അവളുടെ അമ്മയുടെയും അതുപോലെ തന്നെ ആ ചെറിയച്ഛൻ എന്ന് പറയുന്ന ആ വൃത്തി കണ്ടവൻ്റെയും മുഖം എന്തുകൊണ്ടാണ് പൊതു മധ്യത്തിൽ കാണിക്കാത്തത്? അവരുടെ മുഖം കാണിക്കുന്നില്ല. ഈ കൊച്ചിൻ്റെ മുഖമാണെങ്കിൽ എടുത്ത് കാണിക്കുകയും ചെയ്യുന്നല്ലേ. ഇതുപോലെ പ്രതികളുടെ മുഖം കാണിച്ചുകൂടാന്നുള്ള നിയമം ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്ത് തന്നെയായാലും അതുങ്ങളുടെ മുഖം സമൂഹത്തിൻ്റെ മധ്യത്തിൽ കൊണ്ടുവന്ന് കാണിക്കുകയാണ് വേണ്ടത്. അവരെന്തിനു മുഖം മറച്ചിട്ടൊക്കെ പോകുന്നു? ഇത്രയും മോശമായ പ്രവൃത്തികൾ ചെയ്ത ആ അമ്മയും അതുപോലെ തന്നെ ആ ചെറിയച്ഛനും ഒരിക്കലും ഒരു ദയ്യം അർഹിക്കുന്നില്ല. അമ്മ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ കുട്ടി ഇങ്ങനെയാണെന്ന് അറിഞ്ഞെങ്കിൽ കൂടി തന്നെ അത് ഇങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത്? അതുപോലെ തന്നെ ആ കുട്ടിയെ സംരക്ഷിക്കാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതും ഒരു പോരായ്മയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇത്ര ചെറിയ കുട്ടികൾക്കൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല അല്ലേ, അവർക്കൊന്നും പറയാനും ഒന്നും പറ്റില്ല. പിന്നെ ഈ ചെറിയച്ഛൻ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവനെ ഏറ്റവും വലിയ ശിക്ഷ കൊടുത്തു. പോക്സോ കേസാണ് ഇതിൽ വരുന്നത്. ഏറ്റവും വലിയ ശിക്ഷ തന്നെ ആ വൃത്തികെട്ടവന് കൊടുക്കണം എന്നാണ് അപേക്ഷിക്കാനുള്ളത്. കാരണം ഒരു പെണ്ണിനോടും ഒരാളും ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു ചെറിയ കുഞ്ഞിനോട് ചെയ്യാൻ എന്ത് ദുഷ്ടനാണ് അവൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും ചെറിയ പെൺകുഞ്ഞുങ്ങളോടൊക്കെ എന്ത് കാമാസക്തി, ലൈംഗിക ആസക്തിയാണ് ഈ ആണുങ്ങൾക്ക് തോന്നുന്നത് എന്നാണ് പ്രത്യേകിച്ച് ചോദിക്കാനുള്ളത്. എന്താണ് ഇവന്മാർക്ക് തോന്നുന്നത്? ഈ കുരുന്നു പൈതങ്ങളോട് എന്താണ് തോന്നുന്നതപ്പാ? ഇത്രയും നീചന്മാരാണോ? പിശാചിൻ്റെ മനസ്സുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള ആസക്തിയൊക്കെ ഈ ചെറിയ കുഞ്ഞുങ്ങളോടൊക്കെ തോന്നുകയുള്ളൂ എന്നാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. എന്തു തന്നെ ആയാലും ഇത് വളരെ ഞെട്ടിക്കുന്നൊരു വാർത്ത തന്നെയാണെന്ന് നമുക്ക് പറയാം.
ഇവിടെ പെൺകുഞ്ഞുങ്ങളൊന്നും സേഫ് അല്ല എന്നുള്ളത് നമുക്ക് അടിവരയിട്ട് ഉറപ്പിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് വന്നിട്ടുള്ളത്. പെൺകുഞ്ഞുങ്ങളായാലും ആൺകുഞ്ഞുങ്ങളായാലും എന്താണ് സേഫ് അല്ല എന്നുള്ള കാര്യം വളരെ ഓരോ ഇതുപോലെയുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഇതിൽ കൂടുതലായിട്ട് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ഇതിൻ്റെ ചുരുളുകളൊക്കെ ഒരുപാട് അഴിയാൻ ഇനിയും ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ അതൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്ത് തന്നെയായാലും ആ മാലാഖക്കുട്ടിയെ നമുക്ക് തിരിച്ചു കിട്ടില്ല. ആ കുട്ടിയുടെ ജീവൻ പൊലിഞ്ഞു പോയി. ഇനി എന്ത് തന്നെയായാലും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു തുള്ളി കണ്ണീര് ആത്മാർത്ഥതയോടെ ആരെങ്കിലും പൊഴിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളത് സംശയം തന്നെയാണല്ലേ. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു വല്ലാതെ വിഷമം തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ആ കുട്ടിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നല്ലാതെ വേറെ ഒന്നും തന്നെ പറയാനില്ല. അപ്പോൾ തൽക്കാലം ഞാൻ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ. അപ്പോൾ മറക്കരുത് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്.